നമസ്കാരം. ഇടതുമുന്നണി തങ്ങളുടെ ഉറച്ച സീറ്റുകളിൽ ഒന്നായി കണക്കുകൂട്ടുന്ന പാലക്കാട് മണ്ഡലത്തിൽ മറുനാടൻ സർവേയിലും തെളിയുന്നത് LDF ആഭിമുഖ്യത്തിന്റെ സൂചനകളാണ്. മുൻ തെരഞ്ഞെടുപ്പിലെ 1 ലക്ഷത്തിലേറെ വന്ന വൻ ഭൂരിപക്ഷം ആവർത്തിക്കാൻ കഴിയില്ല എങ്കിലും ഇവിടെ നിലവിൽ 7% വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ MP രാജേഷ് മുന്നിലാണ്. ഇടതുമുന്നണിക്ക് 43% വോട്ടും ഐക്യമുന്നണിക്ക് 36% വോട്ടും കിട്ടുമ്പോൾ NDAക്ക് 18% വോട്ട് ലഭിക്കുന്നു എന്നാണ് മറുനാടന്റെ 2ാം ഘട്ട സർവേയിൽ പറയുന്നത്. മറുനാടൻ മലയാളി നടത്തിയ 1ാം ഘട്ട സർവേയിലും ഇവിടെ LDFന് തന്നെയായിരുന്നു ഭൂരിപക്ഷം. അന്ന് 44% വോട്ട് കിട്ടിയ LDFന് ഇപ്പോൾ 1% കുറഞ്ഞ് 43-ൽ എത്തിയെന്നു മാത്രം. നേരത്തെ 37% ഉണ്ടായിരുന്ന UDF വോട്ട് 35-ആയി താഴ്ന്നപ്പോൾ 15-ൽ നിന്നും 18%-ആയി NDA വോട്ടുകൾ ഉയർന്നു. BJPയുടെ വോട്ട് വർധന പാലക്കാട്ട് ബാധിക്കുന്നത് UDFനെയാണെന്നാണ് സർവേ വോട്ട് വിഹിതം വ്യക്തമാക്കുന്നത്. BJPക്ക് തിരുവനന്തപുരവും കാസർഗോഡും കഴിഞ്ഞാൽ ഏറ്റവും വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. പ്രാദേശികമായി വൻ സ്വാധീനമുള്ള C കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കാനുള്ള BJPയുടെ തീരുമാനം വോട്ട് വർധനയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നു തന്നെയാണ് മറുനാടന്റെ 2ാം ഘട്ട സർവേയിൽ വ്യക്തമാവുന്നത്. 96 മുതൽ തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലമായ പാലക്കാട് കഴിഞ്ഞ വർഷമാണ് LDF റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് കടന്നത്. UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാറിനെ 1 ലക്ഷത്തിൽ പരം വോട്ടിന് മുട്ടുകുത്തിച്ചുകൊണ്ടാണ് CPM-ലെ MP രാജേഷ് ജയിച്ചു കയറിയത്. അതിനു മുമ്പ് വെറും 2000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിടത്താണ് ഈ രീതിയിൽ ലീഡ് ഉയർത്താൻ LDFനായത് എന്നതാണ് പാലക്കാടിന്റെ പ്രത്യേകത. MP എന്ന നിലയിലുള്ള MP രാജേഷിന്റെ മികച്ച പ്രകടനവും തുണച്ചു എന്ന നിഗമനത്തിലാണ് LDF എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ MP രാജേഷിന്റെ എതിരാളിയായി മത്സരിച്ച MP വീരേന്ദ്രകുമാർ ഇപ്പോൾ LDFന് ഒപ്പം തന്നെയാണ്. ഇതും മുന്നണിക്ക് കരുത്തായിട്ടുണ്ട് എന്നാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അണികളുടെ വിലയിരുത്തൽ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പാലക്കാട് ലോക്സഭാ നിയോജക മണ്ഡലം. ഇതിൽ മണ്ണാർക്കാടും പാലക്കാടും ഒഴികെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളും നിലവിൽ LDFനൊപ്പം തന്നെയാണ്. VS അച്യുതാനന്ദന്റെ മണ്ഡലമായ മലമ്പുഴ, കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ എന്നിവിടങ്ങളിലെ വൻ ലീഡാണ് പൊതുവെ LDFനെ തുണയ്ക്കാറുള്ളത്. രാജേഷ് അല്ലാതെ മറ്റാര്? പാലക്കാട് സർവേ സംഘം അഭിപ്രായമെടുക്കുമ്പോൾ പലരും ചോദിച്ചത് അങ്ങനെയായിരുന്നു. കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറത്ത് MP രാജേഷ് എന്ന വ്യക്തി ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളും സൗഹൃദങ്ങളും ജനകീയ ഇടപെടലുകളും തന്നെയാണ് രാഷ്ട്രീയ പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും ഇടതുമുന്നണിക്ക് പാലക്കാട് മേൽക്കൈയുണ്ടാക്കുന്നത് എന്നു തന്നെ പറയാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് CPM വീണ്ടും രാജേഷിന് ഒരു അവസരം കൂടി പാലക്കാട് നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന MP രാജേഷിന്റെ സാന്നിധ്യമാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഏറ്റവും വലിയ ഭീഷണിയായിരിക്കുന്നത്. CPM-ന്റെ പരമ്പരാഗത വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള മണ്ഡലമാണ് പാലക്കാട്. ട്രേഡ് യൂണിയനുകൾക്കും കർഷക സംഘടനകൾക്കുമൊക്കെ വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ രാഹുൽ പ്രഭാവം തങ്ങളുടെ വോട്ടർമാരിലേക്ക് വീശില്ല എന്നാണ് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നത്. കുടുംബയോഗങ്ങളിലാണ് ഇവിടെ CPM തങ്ങളുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുനിന്ന് ഭിന്നമായി ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കിട്ടുന്നതും തുക കൂട്ടിയതുമാണ് ഇവിടെ പ്രചാരണ വിഷയം. പ്രമുഖ നേതാക്കളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇത്തരം ചെറു യോഗങ്ങളിലാണ്. പാലക്കാട് കാടിളക്കിയുള്ള പ്രചാരണമാണ് BJP നടത്തുന്നത്. ഇത്തവണ പാലക്കാട് 2ാമതെത്തും എന്നാണ് BJPയുടെ അവകാശവാദം. മറുനാടന്റെ 2ാം ഘട്ട സർവേയിൽ LDFന് 43% വോട്ടാണ് ലഭിച്ചതെങ്കിൽ UDFന് 36%, NDAക്ക് 18%, മറ്റുള്ളവർ അഥവാ നോട്ട എന്നിവയ്ക്ക് 3% വോട്ടുമാണ് മറുനാടന്റെ 2ാം ഘട്ട സർവേയിൽ പാലക്കാടിന്റെ പ്രവചനം.